നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസിൽ ഏതൊക്കെ അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നമുക്ക് 4 ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് പർച്ചേസ്ഡ് ഫർണിച്ചർ വാങ്ങിച്ചു എന്ന് വെച്ചാൽ ഫർണിച്ചർ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു. പർച്ചേസ്ഡ് ഫർണിച്ചർ ബൈ ക്യാഷ്. ഇതിൽ 2 അസറ്റുകളുണ്ട്. ഒന്ന് ഫർണിച്ചറും ഒന്ന് ക്യാഷിലാണ് നമ്മൾ അസറ്റ് വാങ്ങിച്ചത്. അപ്പം ഫർണിച്ചറും ക്യാഷുമാണ് 2 അസറ്റുകൾ. ഇനി നമ്മൾ റൂൾസ് പഠിച്ചിട്ടുണ്ട്. റൂൾസിൽ അസറ്റ് കൂടുകയാണെങ്കിൽ, അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അസറ്റിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 2 അസറ്റുകളുണ്ട്. ഒന്ന് ഫർണിച്ചർ, ഒന്ന് ക്യാഷ്. അതുകൊണ്ട് ഫർണിച്ചർ ഓൾറെഡി പുതിയതായിട്ടൊരു ഫർണിച്ചർ നമുക്ക് വന്നു, അസറ്റ് കൂടി. അതിനാൽ നമ്മൾ ഫർണിച്ചർ അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് ഒരു അസറ്റാണ്, ക്യാഷ് കൊടുത്താണ് നമ്മൾ ഫർണിച്ചർ വാങ്ങിച്ചത്. ക്യാഷ് കുറഞ്ഞു, ഡിക്രീസ് ചെയ്തു. സോ ക്യാഷ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ചെയ്യുക. സോ ദ ജേണൽ എൻട്രി വിൽ ബി ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്.